ഗായ്സ്, ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഇട്ടപ്പോൾ ഞാനതിൽ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ആ പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല, അതെ ഇമോലിൻ്റെ ഈ ഒരു പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ ക്രീമാണ്. ഇത് ഡ്രൈനെസ്സിനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. പക്ഷെ എല്ലാവരും ഇതൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ചേരും, ഇത് എന്തിനുള്ളതാണെന്നൊക്കെ കൂടുതലായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഡ്രൈനെസ്സിനുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഡ്രൈനെസ് മാറാനുള്ള ഒരു മോയ്സ്ചറൈസറാണ്. പക്ഷേ ഇത് എല്ലാവരും യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. കണ്ടോ, ഭയങ്കര വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. എത്ര പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നതെന്ന് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കാരണം തന്നെയാണ് ഇത് എല്ലാവരും ഒരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ കാരണം. ഞാനിതെൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, എത്ര പെട്ടെന്ന് ഇത് അബ്സോർബ് ആയെന്നുണ്ടോ. അപ്പോൾ ഈ ഒരു അബ്സോർപ്ഷൻ കാരണമാണ് എല്ലാവരും ഇതൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കാരണമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇത് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പൊതുവേ ഇതെല്ലാവരും യൂസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് കാര്യമായിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നുള്ളവരും സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കുള്ളത് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് ഡെയിലി യൂസായിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ക്രീമാണ്. പക്ഷേ ഇത് ഓയിലി കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടൈപ്സ് ഉള്ളവർ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇത് അവർ ലോങ് ടേം യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ ബ്രേക്ക് ഔട്ട്സും പ്രശ്നങ്ങൾ, ഇറിറ്റേഷൻസ്, ഇച്ചിങ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിലുള്ള ഈ ഇൻഗ്രീഡിയൻസിലെ പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ, ഇത് നിങ്ങളുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നിലനിർത്താൻ ഡ്രൈനെസ്സിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓയിലി സ്കിന്നുള്ളവരൊക്കെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതെല്ലാവരെയും ഒരു ഡെയിലി യൂസിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് 100 ഗ്രാമിന് 350 റുപ്പീസിന് താഴെ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ജെൽ ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് എല്ലാ സ്കിന്നിനും ഇങ്ങനെ സ്യൂട്ടായി പോകുന്നുണ്ട്. പക്ഷെ ഒരു ലോങ് ടേം നിങ്ങൾ ഡെയിലി ഓയിലി സ്കിന്നുള്ളവർ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട്സ് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈനെസ് വരുന്ന ടൈമിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ലോങ് ടേമിന് ഞാൻ ഓയിലി സ്കിന്നിന് ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുക. അത്ര ഹാംഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ല ഈ ഒരു പ്രോഡക്റ്റിൽ വരുന്നത്. ഡ്രൈ സ്കിന്നിന് പറ്റിയ ബെസ്റ്റ് മോയ്സ്ചറൈസറാണിത്. നിങ്ങളൊരു ഡ്രൈ സ്കിന്നാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കിട്ടിയൊരു ലക്കാണ് ഈ ഒരു പ്രോഡക്റ്റ്. ആക്ച്വലി എൻ്റെ അതൊരു ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ല സ്യൂട്ടായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമ്മൾ വേറൊരു മോയ്സ്ചറൈസറിലേക്ക് സ്വിച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഇത്രയും സൂപ്പറായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇത്ര അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.